VVIP വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാഫിക് ഡൈവേർഷനിടയിൽ ഒരു ട്രിപ്പിൾ റൈഡിങ്, ഒരു 3 പേര് ഒരു ബൈക്കിൽ വന്ന് പോലീസിനെ വെട്ടിച്ചു പോയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ഒരുപാട് വിഷ്വൽസ് മീഡിയകളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് VVIP വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് കൂടുതലായിട്ടും മീഡിയയിലെല്ലാം വന്നിരുന്നത്. ശരിക്കും അവരെന്നിപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വണ്ടിയുടെ നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഡൈവേർഷനെ പറ്റി അറിവില്ലാതെ ട്രിപ്പിളായിട്ട് വന്നു. പില്യൻ റൈഡർക്ക് 2 പേർക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഇത് കാരണം പോലീസ് കൈ കാണിച്ചു, നിർത്തിയില്ല. ഇത് തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഒരു ഒഫൻസ്. അതും പക്ഷേ VVIP വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മളുടെ VVIP ബൈ റോഡ് ഉണ്ടായിട്ടില്ല, ബൈ റോഡ് ഒരു യാത്ര ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളൊരു പ്രിവെൻറ്റീവ് ഇതായിട്ട് കുറച്ച് ഡൈവേർഷൻ ചെയ്തിരുന്നു. ആ ഡൈവേർഷൻ ഇടയ്ക്കാണ് ഇവർ വന്ന് കയറിയത്. പിന്നെ ഇതായിരിക്കണം, ട്രിപ്പിളായിരുന്നു, അത് കാരണം ആയിരിക്കണം നിർത്താതെ പോയത്. പോലീസിൻ്റെ ഒരു ഡയറക്ഷൻ മാനിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു FIR എടുത്തിട്ടുണ്ട്. അവരെ 3 പേരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി പരിശോധിച്ചപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നടപടികൾക്കായിട്ട് കോടതിയിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് എന്നുള്ള ഒരു ആസ്പെക്ട് ഇല്ല ഇതിനകത്ത്. അതില്ലാത്തടത്തോളം വേറെ ഇതൊന്നും വരുന്നില്ല. കാരണം അവർ സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. ഈ അജ്ഞത എന്നതിനുപരിയായിട്ട് പോലീസിൻ്റെ ഡയറക്ഷൻ മാനിക്കാതെ രക്ഷപ്പെട്ടങ്ങ് പോകുക എന്നുള്ളൊരു മാത്രമേ ഉണ്ടാകും. ഇത് സാധാരണ പലയിടത്തും ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ നമ്മൾ ആ വണ്ടിയുടെ നമ്പറൊക്കെ വെച്ചിട്ട് പിന്നീട് അത് ഫോളോ ചെയ്തിട്ട് ആരൊക്കെയാണെന്ന് ഒഫൻഡേഴ്സിനെതിരെ നടപടി എടുക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ VVIP സ്പോട്ടിലുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് നമുക്കിത് ഹൈലൈറ്റ് ആയി പോയത്. സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്, വേറെ മറ്റേ ഇഷ്യൂസൊന്നും ഉള്ളവരല്ല, ആൻറ്റിസിഡൻസും വേറെ ഒന്നും ഉള്ളത്. പക്ഷേ നടപടി ഉണ്ടാവും. പോലീസ് FIR എടുത്തിട്ടുണ്ട്, ബാക്കി നടപടികളുണ്ടാവും. വണ്ടിയുടെ പർട്ടിക്കുലേഴ്സ് എടുത്തിട്ട് കുറച്ച് ഇൻഷുറൻസ് ഉണ്ടായില്ല, അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. അത് ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, കോടതിയിൽ വണ്ടി കൊടുക്കും.